പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പറവൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പുത്തൻവേലിക്കര എളന്തിക്കര എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ സ്ഥലത്ത് പാടത്തിനോട് വലിയൊരു പാടശേഖരത്തോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു തറക്കൽ തിരയുകയായിരുന്നു. വി ഡി സതീശൻ പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന പുനർജനി പദ്ധതി പ്രകാരം ഏകദേശം 6 വർഷം മുൻപിട്ട ഒരു തറക്കല്ലാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീടും സ്ഥലവും ഇല്ലാത്ത 12 പേർക്ക് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി 6 വർഷം മുൻപ് ഇട്ട തറക്കല്ലാണ്. ഒടുവിൽ നമ്മൾ ആ തറക്കല്ല് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴും ആ തറക്കല്ലിന്റെ അവസ്ഥ. ശാരദാ വിദ്യാമന്ദിർ സ്പോൺസർ ചെയ്ത സ്ഥലത്ത് ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്ന സംഘടന 12 പേർക്കുള്ള ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു നൽകും എന്നതായിരുന്നു അറിയിച്ചിരുന്നത്. വി ഡി സതീശൻ തന്നെയാണ് 6 വർഷം മുൻപ് ഇതിന്റെ തറക്കല്ലിടൽ നടത്തിയത്. നിലവിൽ 6 വർഷത്തിന് ശേഷവും ഈ തറക്കല്ലിന്റെ അവസ്ഥ ഇതാണ്. ഇവിടെ ഒരു ഫ്ളാറ്റ് സമുച്ചയം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും അത് നടപ്പിലായിട്ടില്ല. അതിന്റെ ഗുണഭോക്താക്കൾ ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. 2018 ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും രൂക്ഷത അനുഭവപ്പെട്ട ഒരു പ്രദേശമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ഉൾപ്പെടുന്ന ഈ പറവൂർ അസംബ്ലി മണ്ഡലം. അതിലെ പ്രത്യേകിച്ച് പുത്തമ്പള്ളിക്കര പഞ്ചായത്തും ഈ വ്യാപകമായി എല്ലാ പ്രദേശവും മുങ്ങിപ്പോയിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇവിടുത്തെ 12 പാവപ്പെട്ട സാധാരണക്കാർക്ക് വീട് വെച്ച് നിർമ്മിച്ചു കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഈ പ്രദേശമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വലിയ പരിപാടിയായിട്ടാണ് അദ്ദേഹം അന്ന് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ അതിനുശേഷം യാതൊരുവിധ തുടർ പ്രവർത്തനങ്ങളും നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടില്ല. ചെയ്യാന്ന് പറയുന്നതല്ലാണ്ട് ഇന്നേ വരെ യാതൊരു പ്രവർത്തനങ്ങളും അതിനുശേഷം നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഈ കല്ലിങ്ങനെ